നമസ്തേ, ധന്യാണ്. ഇന്നത്തെ റെസിപ്പി ഡെലീഷ്യസും ന്യൂട്രിയൻ റിച്ചും ആയിട്ടുള്ള ഒരു പുലാവാണ്. ഈ റെസിപ്പിയുടെ ഒരു സിംപ്ലസ്റ്റ് വേർഷനാണ് കേട്ടോ ഒന്ന് ഞാൻ കാണിക്കുന്നത്. സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വേർഷനാണ്. ഇതിന്റെ ഒരു റിച്ചസ്റ്റ് വേർഷൻ പിന്നീട് ഒരു ദിവസം ഞാൻ കാണിക്കാം. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഇതിന് ഫ്ലേവറും ഒന്നും കുറയില്ല, ടേസ്റ്റും ഉണ്ടാവും, പക്ഷെ ഉണ്ടാക്കാനും എളുപ്പമാണ്. പാരൻസിന് ഹെൽപ്ഫുൾ ആവും. വരൂ നമുക്കുണ്ടാക്കാം കടല പുലാവ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാൻ കൈമ അരിയാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി അരി ആയാലും കുഴപ്പമില്ല. ഒരു 300 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് കടല. ഒരു 1.5 കപ്പ് മുതൽ 2 കപ്പ് വരെ എടുക്കാം. ഇത് ഓവർനൈറ്റ് കുതിർത്ത് ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചതാണ് കേട്ടോ. കടല പുഴുങ്ങിയപ്പോൾ ഉണ്ടായ വെള്ളം ഞാൻ കളഞ്ഞിട്ടില്ല. അത് നമ്മൾ അരി വേവിക്കുമ്പോൾ അതിന്റെ കൂടെ ചേർക്കാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാബൂളി ചന എന്ന് പറഞ്ഞ നമ്മുടെ വെള്ളക്കടലയാണ്. നമുക്ക് വേണമെങ്കിൽ നോർമൽ കറി കടല വേണമെങ്കിലും ഉപയോഗിക്കാം. വല്യുള്ളി പൊടിയായി അരിഞ്ഞത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആകെ ഉപയോഗിച്ചിരിക്കുന്ന മസാല എന്ന് പറയുന്നത് ഇതാ ഇത്രയേ ഉള്ളൂ. ഞാൻ എടുത്തിട്ടുള്ളത് ഗരം മസാല ഒരു 1/2 ടീസ്പൂണും ചിക്കൻ മസാല 1.5 ടീസ്പൂണാണ്. മല്ലിയില ഏകദേശം 1/3 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം പ്രിപ്പയർ ചെയ്യാം. വെള്ളം ആവശ്യത്തിന് എടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ കടല കുക്ക് ചെയ്തിട്ടുള്ള ബാക്കി വെള്ളം കൂടി ചേർക്കുക. കടല കുക്ക് ചെയ്ത വെള്ളത്തിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം അതും കൂടെ കണക്കാക്കിയിട്ട് വേണം ഈ വെള്ളത്തിലേക്കുള്ള ടോട്ടൽ ഉപ്പ് ഇടാൻ വേണ്ടിയിട്ട്. വെള്ളത്തില് ഉപ്പ് കുറച്ചൊന്ന് ഏറി നിൽക്കണം, എന്നാലേ അരിയിൽ പാകത്തിന് ഉപ്പ് പിടിച്ചു കിട്ടുള്ളൂ. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം തിളപ്പിക്കാം. തിളച്ചു തുടങ്ങുമ്പോൾ അരി ചേർത്താൽ മതി. ഇതപ്പം വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൽ അരി നന്നായിട്ട് കഴുകി സ്റ്റാർച്ച് നല്ലോണം കളഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. പക്ഷെ കുതിർത്ത് വെച്ചിട്ടില്ല കേട്ടോ ചേർക്കുന്നതിന് മുന്നേ. ഇതിലേക്ക് വെള്ളത്തിലേക്ക് ഞാൻ പട്ട ഗ്രാമ്പൂ ഏല ഒന്നും ചേർത്തിട്ടില്ല. കാരണം നമ്മൾ ഓൾറെഡി ചിക്കൻ മസാലയും ഗരം മസാലയും ചേർത്ത് മിക്സ്ചർ എടുത്തു വെച്ചിട്ടുണ്ട്. അത് മതിയാവും ഇതിലേക്കുള്ള ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഞാൻ എടുത്തിട്ടുള്ളത് കൈമ അരി ആയതുകൊണ്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ഏകദേശം 1/4 വേവാവും. അതേസമയം ബസ്മതി അരിയാണെങ്കിൽ അതിലും കുറച്ചുകൂടെ ടൈം എടുക്കും. ആ പാകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പോ ഒരു 1/4 വേവ് ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഫിൽട്ടർ ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാല പ്രിപ്പയർ ചെയ്യാം. മൊത്തം റൈസിന്റെ അളവിനനുസരിച്ചുള്ള ഒരു പാത്രം ഉപയോഗിക്കാം. മീഡിയം തീയിൽ വെച്ചാലും മതി. 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് വേണമെങ്കിൽ ചേർക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് വഴറ്റാം. ഉള്ളി ഒന്ന് ചെറുതായി വാടി അതിന്റെ റോ സ്മെല്ലൊക്കെ ഒന്ന് പോയാൽ മതി. ബ്രൗൺ കളർ ആക്കുകയൊന്നും വേണ്ട. ഇനി നമുക്ക് മസാല ചേർക്കാം. ഇത് 1.5 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ഉണ്ട്. ചിക്കൻ മസാല വേണമെങ്കിൽ 2 ടീസ്പൂൺ വരെ ആവാം. അല്ലെങ്കിൽ മുഴുവനായിട്ടും ചിക്കൻ മസാല എടുക്കാം. പക്ഷെ ഒരിക്കലും ഗരം മസാല 1/2 ടീസ്പൂണിൽ നിന്ന് കൂടാൻ പാടില്ല. കുത്തുന്ന ടേസ്റ്റ് വരും. ഈ ഒരു അളവ് അരിക്ക് ഗരം മസാല ഇത്രയും മതി. ഇപ്പോൾ വേവിച്ച് കടല ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ചനയിൽ ആ കടലയിൽ മുഴുവനും മസാല നന്നായിട്ട് കോട്ടാവട്ടെ. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നിങ്ങളിപ്പം ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇത്രയും സ്പൈസ് കുറച്ചിട്ടത് എന്ന്. ഈ റെഡ് ചില്ലി കൊണ്ടൊക്കെ നമ്മുടെ ശരീരത്തിന് ഗുണങ്ങൾ ഉണ്ടെങ്കിലും അത് ധാരാളമായി ചേർത്തിട്ട് ഉള്ള ഭക്ഷണം നമ്മൾ സ്കൂളിലേക്ക് കൊടുത്തു വിടുമ്പോൾ അവർ ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ക്ലാസ്സിലിരിക്കുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിന്റെ എരിവും ഇറിറ്റേഷനും നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ കുട്ടികൾക്ക് ആ ഒരു ചെറിയ കാരണം കൊണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ക്ലാസ്സിലുള്ള കോൺസെൻട്രേഷൻ നഷ്ടപ്പെടാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് റൈസും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കി 5 മിനിറ്റ് അടച്ചു വെക്കാം.
പിന്നെ എരിവ് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട്. കഴിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് സ്റ്റൊമക്ക് അപ്സെറ്റ്, ഇൻഡൈജഷൻ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അപ്പം സ്കൂളിലേക്ക് കൊടുത്തു വിടുമ്പോൾ നമ്മൾ എരിവ് കുറച്ചിട്ട് കൊടുക്കുക. സിമിലർ കേസാണ് നമ്മൾ നെയ്യ് ഒരുപാട് അല്ലെങ്കിൽ എയറേറ്റഡ് വെജിറ്റബിൾ ഓയിൽസ് പോലെ ഡാൽഡ പോലെയുള്ള സാധനങ്ങൾ ഒരുപാട് ചേർത്തിട്ട് മധുരമുള്ള ഭക്ഷണം ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതും കഴിച്ചിട്ട് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അത് ഉച്ചഭക്ഷണത്തിൽ മാത്രമല്ല, രാവിലെ അവർ സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നും അവരത് കഴിച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിൽ പോയി ഇരിക്കുമ്പോൾ അവരുടെ എനർജി മുഴുവൻ ആ ഒരു മധുരത്തിനെ അല്ലെങ്കിൽ ആ ഒരു ഫാറ്റിനെ ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ക്ഷീണം വരും, ക്ലാസ്സിലുള്ള കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും. ഇത് നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പ്ലേറ്റ് ചെയ്യാം. ആഹാ, ഇത് കണ്ടോ, ഒരു ബാലൻസ്ഡ് മീലായി. ഇപ്പോൾ ഇത് കാർബോഹൈഡ്രേറ്റിന് റൈസ് ഉണ്ട്, പ്രോട്ടീൻ ആണെങ്കിൽ കടലയുണ്ട്, പിന്നെ ഏതാ പ്രോബയോട്ടിക് കേർഡ് ഉണ്ട്, ആൻഡ് വെജിറ്റബിൾസ് ഉണ്ട് ഫൈബറായിട്ട്. ഇപ്പോൾ കുട്ടികൾക്കെല്ലാം കൊണ്ട് ഒരു ബാലൻസ്ഡ് മീലായിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണേ. പിന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ മറക്കല്ലേ.